4 ദിവസത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിൽ പെയ്തത് അസാധാരണ മഴ. 266.3 മില്ലിലിറ്റർ മഴയാണ് ഈ ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടായത്. ജാഗ്രതകൾ പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ വൈദ്യുതി ബന്ധം താറുമാറായി. വട്ടവടയിലാണെങ്കിൽ 6 ദിവസമായി വൈദ്യുതിയില്ല. ഇന്നത് 7ാം ദിവസമാണ്. വൈദ്യുതി മുടങ്ങിയതോടെ ജില്ലയിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും അവതാളത്തിലായി. 6 ദിവസമായിട്ട് ഈ പ്രദേശത്ത് വൈദ്യുതി പൂർണ്ണമായി നിശ്ചലമായ അവസ്ഥയിലാണ്. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും ഇല്ല. സ്കൂൾ കുട്ടികളുടെ അഡ്മിഷൻ പോലുള്ള പല കാര്യങ്ങളും സ്തംഭിച്ച് കിടക്കുകയാണ്. കളക്ടർക്കും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും അറിയിച്ചിട്ട് പോലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് പ്രതീക്ഷിക്കാം, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. മറയൂര് ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചിട്ട് പോലും ലൈൻ കിട്ടുന്നുമില്ല. ഉദ്യോഗസ്ഥന്റെ നമ്പർ വിളിച്ചാൽ സ്വിച്ച് ഓഫും, ഓവർസീറ്റ് വിളിച്ചാൽ ടാറ്റയുടെ കംപ്ലൈന്റ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് കിട്ടേണ്ട വൈദ്യുതിയോ നല്ല റോഡോ ഇതുവരെ ഈ വട്ടവട പഞ്ചായത്തിൽ കിട്ടുന്നില്ല. ഗവൺമെന്റിന്റെ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ജെയിനിസ് രാജുണ്ട് വിശദാംശങ്ങളുമായി. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഒരുപാട് പരാതികൾ ഈ ഒരു സംഭാഷണത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്ര ദിവസമായി 7ാം ദിനമായിട്ടും കറണ്ട് വന്നിട്ടില്ല, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സർക്കാർ ഓഫീസുകളിൽ പലതും ഡിജിറ്റലാക്കിയത് കൊണ്ട്, കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുള്ളത് കൊണ്ട് അതുവഴി ആപ്ലിക്കേഷനുകൾ അയക്കേണ്ട അവസാന തീയതിയാവുന്നുണ്ട്. മത്സര പരീക്ഷകൾക്ക് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി, അഡ്മിഷന്റെ കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അത് കാര്യമായി തന്നെ ബാധിക്കും. എന്താണ് അവിടെ KSEB ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്? എപ്പോഴത്തേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുമായിരിക്കും? നമ്മളിപ്പോൾ കേട്ടത് വട്ടവട പഞ്ചായത്ത് ഭരണസമിതി അംഗം കുപ്പുസ്വാമിയുടെ ശബ്ദമാണ് കേട്ടത്. അദ്ദേഹമാണ് പ്രതികരിച്ചത്. വലിയ പ്രതിസന്ധിയാണ് വട്ടവട പഞ്ചായത്തിനെ സംബന്ധിച്ച് നേരിടുന്നത്. ഒന്നാമത് അങ്ങോട്ടേക്ക് ഒരുപാട് അത്യാവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണം. മൂന്നാറിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് വട്ടവട പഞ്ചായത്തുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് അവശ്യ സാധനങ്ങൾ എത്താൻ സാധാരണ നിലയിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അസാധാരണമായിട്ടുള്ള മഴയുള്ള സാഹചര്യത്തിൽ വലിയ ആ പ്രതിസന്ധി ഇരട്ടിയായി വർദ്ധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലുള്ളത്. കഴിഞ്ഞ 6 ദിവസമായി അവിടെ വൈദ്യുതിയില്ല. ഇന്നിപ്പോൾ 7ാമത്തെ ദിവസമാണ്. വൈദ്യുതി എന്നെത്തുമെന്ന് അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. എപ്പോഴാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്ന് കൃത്യമായ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അറിയാൻ കഴിയാത്ത അവസ്ഥ. ഇത് വട്ടവട പഞ്ചായത്തിലെ മാത്രം പ്രശ്നമല്ല, ഇടുക്കിയുടെ മലയോര മേഖലയിൽ പലയിടത്തും ഇത്തരം പ്രശ്നമുണ്ട്. 6ഉം 5ഉം ദിവസങ്ങളായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അതിശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റാണ്. ആ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും അതോടൊപ്പം തന്നെ പോസ്റ്റുകൾ തകരുകയും ഇലക്ട്രിക് ലൈനുകൾ തകരാറിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കുക എന്നത് പറയുന്നത് ദിവസങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു ജോലിയാണ്. KSEBയെ സംബന്ധിച്ച് അവർ അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ജില്ലാ ഭരണകൂടവും അത്തരം കാര്യം തന്നെയാണ് പറയുന്നത്. 24 മണിക്കൂറും അവർ പ്രവർത്തിക്കുകയാണ്. പക്ഷേ അവർക്ക് അല്ലെങ്കിൽ ആ മനുഷ്യശേഷിക്ക് പരിഹരിക്കാൻ കഴിയാത്ത അത്ര നാശനഷ്ടം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും കൂടി പറയുന്നത്. സേവനങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതിലധികം നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഇത്രയധികം സമയമെടുക്കുന്നതെന്നാണ് KSEB ജീവനക്കാർ പറയുന്നത്. ശരിയാണ്, പക്ഷെ അത്രയധികം മനുഷ്യശേഷിയില്ലേ എന്നത് നമ്മൾ ചിന്തിച്ചു പോകുന്നു. 7 ദിവസമാകുന്നു. പല സ്ഥലങ്ങളിലും അത് ഘട്ടം ഘട്ടമായി എങ്കിലും പുനഃസ്ഥാപിക്കാൻ കഴിയേണ്ടതാണ്.